ഇഷ ആദിയോഗി ടെമ്പിളിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഉച്ച സമയത്ത് തന്നെ നേരത്തെ നല്ല റഷ്യനും, അപ്പൊ അതിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ഇതിന്റെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ കോയമ്പത്തൂരുള്ള നമ്മുടെ ആദിയോഗിയുടെ ശിവ ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കാണാനായിട്ടായിരുന്നു കുറേ നാളുകൂടി നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആദിയോഗിയുടെ ഈ കോയമ്പത്തൂരിലേക്ക്, ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇത് കാണാൻ വേണ്ടി എത്താൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇഷ യോഗ സെന്ററിലേക്ക് പോകാം, അതായത് ആദിയോഗിയുടെ ശിവന്റെ ആ സ്റ്റാച്യു കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എത്താമെന്നുള്ളതാണ്. നമ്മുടെ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് തന്നെ ബസ് അവൈലബിൾ ആണ്. 14D എന്ന നമ്പറുള്ള ബസ്സിൽ കയറി നമുക്ക് ഇഷ യോഗ സെന്ററിലേക്ക് പോകാം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഗാന്ധിപുരം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ എത്താം. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഇരുന്ന് വരാൻ പറ്റും, സീറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ തന്നെ നിരവധി ഓട്ടോ ഡ്രൈവേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് പറയും ഷെയർ ഇട്ട് പോകാം, ഒരാൾക്ക് 150 രൂപ എന്ന്. ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഒരാൾക്ക് 39 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ആയത്. ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നിന്നാണ് വന്നത്. അപ്പം സമയമുള്ളവർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ പോയി തന്നെ ബസ് കയറാൻ നോക്കുക. ഏകദേശം 1 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ. നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പ്രവേശന കവാടം കാണാം. ഇതാണ് നമ്മുടെ ഇഷ യോഗ സെന്ററിനുള്ളിലേക്കുള്ള ഒരു പ്രവേശന കവാടം. അതിനുശേഷം അതിന്റെ നേരെ എതിർവശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ഇതാണ് നമ്മുടെ ആദിയോഗിയുടെ ശിവന്റെ ആ വലിയ സ്റ്റാച്യു കാണാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് കാളവണ്ടികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ആദിയോഗിയുടെ ശിവന്റെ ആ വലിയ സ്റ്റാച്യു കാണാനായിട്ട് നമുക്ക് പോകുന്നതിന് വേണ്ടി കാളവണ്ടിക്ക് അവർ 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാതെ വൈകുന്നേരമാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ലൈറ്റ് നല്ല രീതിക്ക് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നടന്ന് ഈ ആദിയോഗിയുടെ ശിവന്റെ സ്റ്റാച്യു കാണുന്നതിന് വേണ്ടി തൊട്ടടുത്തേക്ക് എത്തി കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്ന് വരാനുള്ള ദൂരമുണ്ട്. എന്നാലും നമുക്ക് വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. നമ്മുടെ ഇഷ യോഗ സെന്ററിന്റെ അകത്തേക്കാണ്. അത് അങ്ങോട്ടേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ, ബാഗ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലോക്കർ റൂം അവൈലബിൾ ആണ്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ ലഗേജ് സ്കാനിങ് കൗണ്ടർ ഉണ്ട്. ഇവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ട് തൊട്ടടുത്ത് ഡെപ്പോസിറ്റ് കൗണ്ടർ ലെഫ്റ്റ് സൈഡിൽ കാണാം. അവിടെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു ടോക്കൺ പോലെ സാധനം തരും. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇഷ യോഗ സെന്ററിനകത്തെ കാഴ്ചകൾ. അത് ഒരു കാരണം വെച്ചാലും നമുക്ക് ഇവിടെ വരുന്നവർ മിസ്സാക്കരുത് കേട്ടോ. യോഗ സെന്ററിനകത്ത് കാണാനുള്ള കാഴ്ചകൾ ഒരു താമരക്കുളം ഉണ്ട്, അതുപോലെ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമുക്കൊരു യോഗ, ഒരു 10-15 മിനിറ്റുള്ള ഒരു യോഗ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് താഴികക്കുടം ഉണ്ട്. അതിനകത്തൊരു ശിവലിംഗം, അതിനകത്ത് നമുക്ക് ധ്യാനിക്കാനിരിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പറയാം. ഇതൊന്നുമില്ല, നമ്മൾ വന്നിട്ട് ബാഗൊക്കെ വെച്ചതിന് ശേഷം യോഗ സെന്ററിന്റെ അകം കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങി പെട്ടെന്ന് തന്നെ ബാഗ് തിരിച്ചെടുത്തു, മൊബൈൽ ഫോണും തിരിച്ചെടുത്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ഇഷ യോഗ സെന്ററിന്റെ അകത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനോ ക്യാമറ കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല എന്ന്. അപ്പൊ നമുക്ക് ഈ പോകുന്ന വഴിക്ക് അതിനകത്തെ കാഴ്ചകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകാം. ആദ്യം തന്നെ പറയാം, ഇഷ യോഗ സെന്ററിന് ഇഷ എന്ന് പേര് വരാനുള്ള കാരണം ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ശിവനെ വിശേഷിപ്പിക്കാനായി ഈശ എന്ന പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഈശ എന്ന പേരിന് സംരക്ഷിക്കുന്നവനെന്നോ അല്ലെങ്കിൽ ദേവത, ഭരണാധികാരി, ജീവൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതിനുശേഷം ഇഷായോഗ സെന്ററിന് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കുളങ്ങളാണ് ചന്ദ്രകുണ്ടും സൂര്യകുണ്ടും. അതിൽ സൂര്യകുണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ പറയാൻ കാരണം ഈ സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും മുങ്ങി കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിവിടെ വരുന്ന പലർക്കും അറിയണം എന്നില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ഒരാൾ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം പോയി സൂര്യകുണ്ടിൽ മുങ്ങി കുളിച്ചതിന് ശേഷം അകത്തേക്ക് കയറാൻ പോയത് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനലിംഗം. 2,50,000 ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച താഴികക്കുടത്തിനുള്ളിലാണ് നമ്മുടെ ഈ ധ്യാനലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 700 ടൺ ഭാരമുള്ള ഈ താഴികക്കുടത്തിന് 33 അടി ഉയരവും 76 അടി വ്യാസമാണ് ഉള്ളത് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു താഴികക്കുടത്തിന്, അതായത് നമ്മൾ ഈ പില്ലറൊക്കെ വാർത്ത് ഒരു താങ്ങ് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പരിപാടി പോലും ഇതിനകത്ത് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ധ്യാനലിംഗം കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് സൂര്യകുണ്ടിൽ മുങ്ങി കുളിച്ചതിന് ശേഷം മാത്രമേ പോകാവെന്ന് പറയുന്നതിന്റെ കാരണം ധ്യാനലിംഗത്തിന്റെ ഊർജത്തോടുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും മുങ്ങുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകുന്നതിനും അതുപോലെ ഒരുപാട് രോഗശാന്തിക്കും അത് പറയാൻ കാരണം നമ്മുടെ ഈ ഒരു വെള്ളം ഒരുപാട് മിനറൽസ് ചേർന്ന വെള്ളമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ
രോഗശാന്തിക്കും നല്ലതാണെന്നൊക്കെയാണ് വിശ്വാസം. അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടരുവികളിലൊക്കെ കുളിക്കുന്നത് ഔഷധ ഗുണമേറിയ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി ലഭിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ ചന്ദ്രകുണ്ടിലും സൂര്യകുണ്ടിലും കുളിച്ചതിന് ശേഷം നമ്മൾ ധ്യാനലിംഗയിൽ പോയിരുന്ന് കുറച്ച് നേരം ധ്യാനിക്കാം. ഒന്നുമില്ല, നമ്മൾ കണ്ണടച്ച് നമ്മുടെ കുറച്ച് നേരം ആ ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയിൽ കുറച്ച് നേരം ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് തിരിച്ചു പോകാം. പിന്നെ നമുക്ക് അവിടുന്ന് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ നിൽക്കും. അവർ നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അതായത് നമുക്കൊരു ഫ്രീ യോഗ ക്ലാസ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമുക്ക് യോഗ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. കുറച്ച് നേരം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റോളം ഫ്രീ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും ആ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലിംഗഭൈരവിയുടെ ഒരു ക്ഷേത്രവും കാണാൻ സാധിക്കും. ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം, നമുക്ക് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചന്ദനമൊക്കെ കിട്ടത്തില്ല, അതുപോലെ നമുക്ക് കിട്ടിയത് വേപ്പിലയും പാലപ്പൂവുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സൂര്യകുണ്ടിൽ കുളിച്ചതിന് ശേഷം അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ കാണാം, ഒരു ഇൻഫർമേഷൻ സെന്റർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രുദ്രാക്ഷത്തിന്റെ ടോക്കൺ തരാൻ പറഞ്ഞാൽ അവർ ടോക്കൺ തരും. ഒരാൾക്ക് 4 രുദ്രാക്ഷം വരെ നമുക്ക് മേടിക്കാം. അത് മേടിച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു രുദ്രാക്ഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കാണാൻ പറ്റും നമുക്ക്. അവിടെ നമ്മൾ ഈ ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അവർ നമുക്ക് 4 രുദ്രാക്ഷം നമ്മുടെ കയ്യിൽ പ്രാർത്ഥിച്ച് എടുത്ത് തരും. അത് നമുക്ക് കഴുത്തിൽ ധരിക്കാം, വിശ്വാസമുള്ളവർക്ക് ധരിക്കാം, അല്ലെങ്കിൽ കയ്യിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഇത് കഴുത്തിൽ ധരിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ രുദ്രാക്ഷം തന്നെയാണ് കേട്ടോ അവിടെ തരുന്നത്. അതിന് പ്രത്യേകിച്ച് പേയ്മെന്റോ കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഇഷായോഗ സെന്ററിന്റെ അകത്തുനിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ, നമുക്ക് എള്ളുകൊണ്ടുള്ള ഒരു ലഡു പോലൊരു സാധനം, പായസം കിട്ടും. അതിനൊക്കെ നമുക്ക് ടോക്കൺ എടുത്ത് അവിടുന്ന് തന്നെ മേടിക്കാം. ചെറിയ ഒരു 10 രൂപ 5 രൂപ ടോക്കൺ എടുത്ത് മേടിക്കാം. അതുപോലെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് കയ്യിൽ കിട്ടുന്ന ചരട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാമ്പിന്റെ മോതിരം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് മേടിക്കാൻ പറ്റും. കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ വലിയൊരു എന്താ പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിനകത്തുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഡ്രസ്സ്, അതുപോലെ ഈ ഇഷായോഗ സെന്റർ, അതായത് നമ്മുടെ ഈ ആദിയോഗിയുടെ ഒരു രൂപം ഉള്ള ആ ഒരു പ്ലാസ്റ്റിക്കിന്റെയും അതുപോലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതും അതുപോലെ ലോഹം കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള പല രൂപങ്ങൾ നമുക്ക് അതിനകത്ത് മേടിക്കാം, വലുതും ചെറുതുമായിട്ടുള്ള. നമുക്ക് ക്യാമറയും മൊബൈൽ ഫോണോ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റാഞ്ഞ കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഇഷായോഗ സെന്ററിന് അകത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗും ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടു. നമുക്ക് അവിടെ കയറി ഫുഡ് കഴിക്കാം. നമുക്ക് അവിടെ വെജിറ്റേറിയൻ, അതായത് ചപ്പാത്തി, കറി കാര്യങ്ങൾ, അതുപോലെ റൈസൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നേരെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. നേരെ വന്നത് നമ്മുടെ ഈ ആദിയോഗിയുടെ ശിവന്റെ സ്റ്റാച്യു വീണ്ടും വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഷായോഗ സെന്ററിനകത്തെ കാഴ്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. അതുപോലെ തന്നെ ഇഷായോഗ സെന്ററിനകത്ത് കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു, കുറേ പേര് ജോലി ചെയ്യുന്ന കാഴ്ച. അപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവിടെ വന്ന് സേവ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവരുടെ ഒരു കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും കുറച്ച് നാൾ നമുക്ക് ഇവിടെ വന്ന് സേവ ചെയ്യണം. അതായത് പ്രത്യേകിച്ച് ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നിന്ന് ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ വന്ന് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് നിൽക്കാം. 2017 ഫെബ്രുവരി 24 ഒരു മഹാശിവരാത്രി ദിനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ശിവ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തത്. ആത്മീയ ആചാര്യനായ ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരുവിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഇഷ ഫൗണ്ടേഷൻ ഉള്ളത്. ഈ ആദിയോഗി സ്റ്റാച്യു കാണാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു രുദ്രാക്ഷമാല. കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും അടുത്ത് വന്ന് കാണുമ്പോൾ കുറേ രുദ്രാക്ഷമാലകൾ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയ ഒരു രുദ്രാക്ഷ വലിയൊരു മാലയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് കേട്ടോ. 1,08,000 രുദ്രാക്ഷങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മാലയാണ്. 112 അടി ഉയരമുള്ള ആദിയോഗിക്ക് വേണ്ടി 1,08,000 കൊന്തകളുള്ള രുദ്രാക്ഷമാല നിർമ്മിക്കാനായിട്ട് എല്ലാ വർഷവും ഈ യോഗ സെന്ററിലെ അന്തേവാസികളും ഗസ്റ്റുകളും താമസക്കാരും അങ്ങനെ എല്ലാവരോടും ഒത്തുചേരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ വന്ന് ഈ ആദിയോഗി കാണുന്നതിനും അതുപോലെ ഇഷായോഗ സെന്ററിനകത്തേക്ക് പോകുന്നതിനും ഒന്നും ഒരു പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ കളക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഏകദേശം 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച ഈ ഒരു പ്രതിമ പൂർണ്ണമായിട്ടും സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമയ്ക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ഒരു പ്രതിമയാണ് കേട്ടോ ഇത്.
അങ്ങനെ ഞങ്ങൾ ഇഷായോഗ സെന്ററും കണ്ട് അതുപോലെ ഒരിക്കൽ കൂടി നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാച്യൂയും കണ്ടിട്ട് അപ്പൊ കാളവണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് 10 രൂപയാണ് ഈ ഇഷായോഗ സെന്ററിന്റെ അവിടെ നിന്ന് ആദിയോഗി വരേക്കും. അതുപോലെ തന്നെ ആദിയോഗിയുടെ അടുത്തുനിന്ന് നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കും പോകാനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലാസ്റ്റ് ബസ് കോയമ്പത്തൂരിലേക്ക് 9:15 പറഞ്ഞത് കേട്ടോ. 9:15 ലാസ്റ്റ് ബസ് കോയമ്പത്തൂരിലേക്ക് ഉള്ളത്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കോയമ്പത്തൂർ ഇഷായോഗ സെന്റർ കാണാൻ വരുന്നവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതാണ് ഒരു വിശ്വാസം. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, എന്തായാലും റൂം ബുക്കിംഗ് കൺഫേം ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വരിക. അതായത് നമ്മുടെ ഈ ഇഷായോഗ സെന്ററിനകത്തെ തന്നെ റൂം കൺഫേം ആയിട്ട് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. മാക്സിമം അത് തന്നെ കിട്ടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്